കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ USS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഓരോരോ ദിവസങ്ങളിൽ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് 7 മണിക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും 7 മണിക്ക് വരിക, ക്ലാസ് കാണുക, പഠിക്കുക, ഓരോരോ ചോദ്യങ്ങളായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഉത്തരം ചെയ്യാം. എന്താണ് ചോദ്യം എന്ന് നിങ്ങൾക്കറിയാം. 5.25 ലിറ്റർ വെള്ളമുണ്ട്. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുറേ ബോട്ടിൽ നിറയ്ക്കണം. ആ ഒരു ബോട്ടിൽ എത്ര വെള്ളം കൊള്ളും? 0.75 വെള്ളം കൊള്ളുമെങ്കിൽ എത്ര ബോട്ടിലുകൾ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ബോട്ടിലിനകത്ത് ഈ വെള്ളം നിറയ്ക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോട്ടിൽ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ചോദ്യം, അല്ലേ? ബോട്ടിൽസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. എത്ര കുപ്പി വേണ്ടി വരും അതാണ് ചോദ്യം. എന്ന് പറയുമ്പോൾ 5.25 ആണ് ടോട്ടലുള്ള വെള്ളം. ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.75 കണ്ടോ, 0.75 ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ടോട്ടൽ വെള്ളത്തിനെ ഒരു കുപ്പി വെള്ളത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു കുപ്പിയിൽ അടങ്ങുന്ന വെള്ളം എത്രയാണ്? 0.75 divide ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ 2 സ്ഥാനം മാറ്റിയാണ് ഈ രണ്ടിലും പോയിന്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. അടുത്ത വരിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 525/75 കേട്ടോ. മുകളിലും 2 സ്ഥാനം, താഴെയും 2 സ്ഥാനം ആണെങ്കിൽ രണ്ടും ക്യാൻസലായി പോയി എന്ന് മനസ്സിലാക്കിയാൽ മതി. എത്രയേ ഉള്ളൂ. അപ്പോൾ 525/75. ഇനി ഇത് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഒരു രീതിയിൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ 525/75 എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 75 എത്ര തവണ 5? 15×5 ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്കറിയാം 105 എന്ന് വരും. ഓക്കെയാണ്. ഇനി 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്കറിയാം 3 വരും, അല്ലേ? 15നെ 5 × 3 ആണ് 15. ഇതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 21. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്? 21നെ 3 ഡിവൈഡ് ചെയ്ത ആൻസർ എത്ര? 7. അപ്പോൾ എത്ര കുപ്പിയിൽ നമുക്കിതിനെ നിറയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 7 കുപ്പിയിൽ. ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് നോക്കിക്കോ. മറ്റൊരു രീതിയിൽ ഈ സ്റ്റെപ്പ് ചെയ്യാൻ പോവാം. 5.25 എങ്ങനെ നമുക്ക് മാത്സിൽ മാറ്റി എഴുതാം? നിങ്ങൾക്കറിയാം ഈ 0.25 എത്രയാ? 1/4. 0.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കാലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 5/4 എന്ന് എഴുതാമായിരുന്നു കേട്ടോ. 5.25നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാം? 5.25നെ 5/4 എന്ന് എഴുതാൻ പറ്റും, മനസ്സിലാക്കുക. ഇനി ഇതാ ഈ ഡിവിഷൻ കണ്ടോ, ഈ ഡിവിഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ. ഇനി 0.75 എന്ന് പറയുന്നത് മാത്സിൽ ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? നിങ്ങൾക്കറിയാം, മുക്കാലാണ് 3/4. കണ്ടോ, ഇങ്ങനെ കണക്കിനെ മാറ്റി മേലത്ത് അതേപടി കാൽക്കുലേഷനെ ഫ്രാക്ഷൻ രൂപത്തിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തോ? 21/4. ഓക്കെയാണ്. 21 എങ്ങനെ കിട്ടി? ഈ 5ഉം 4 ഗുണിച്ച് 20, 20നോട് 1 കൂട്ടിയ 21. ഓക്കെയാണ്. 21/4 ഡിവൈഡഡ് ബൈ 3/4 എന്ന് വരും. ഓക്കെയാണ്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്കറിയാം 21/4 ഇൻറ്റു എത്ര വരും? 4/3 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ വെച്ച് നിങ്ങൾക്കറിയാം ആരൊക്കെ ക്യാൻസൽ ആവും? ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. 21/3 എത്ര കിട്ടും? 7 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെയാണ്. അപ്പോൾ 2ലെ ആൻസർ ഏത് തന്നെ വന്നു? 7. അപ്പോൾ 7 എന്ന ആൻസർ ചെയ്യേണ്ടതുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡെസിമൽ രൂപത്തിൽ, ദശാംശ രൂപത്തിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ആക്കിയും ചെയ്യാം, ഭിന്നസംഖ്യ ആക്കിയും ചെയ്യാം. അപ്പോൾ ഏത് രീതി വേണോ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്തായാലും എത്ര കുപ്പി വരും എന്ന് ചോദിച്ചാൽ 7 കുപ്പികളായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ വെള്ളം നിറയ്ക്കുമ്പോൾ കിട്ടുന്നത് 7 കുപ്പിയിൽ നിറയ്ക്കാൻ പറ്റും. ഓക്കെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം. അപ്പോൾ ചോദ്യത്തിൽ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട്? ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരമുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു ചതുരമുണ്ട്. ഈ ചതുരത്തിൻ്റെ നീളം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2.5 മീറ്ററാണ് ഈ ചതുരത്തിൻ്റെ നീളം. അപ്പോൾ താഴെ 2.5, മുകളിലും 2.5. എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഈ ബ്രെഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എന്തോ തന്നിരിക്കുന്നത്? ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 3.25. നിങ്ങൾക്കറിയാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എന്തോ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വീതി അല്ലെങ്കിൽ വിഡ്ത്ത് ആണ്, ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ ആയ 3.25 ഡിവൈഡഡ് ബൈ ഏത്? വീതി എത്രയാണ്? വീതി അല്ലെങ്കിൽ ലെങ്ത് ആണെന്ന് മനസ്സിലായല്ലോ. ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബി കണ്ടുപിടിക്കാൻ ഏരിയ ബൈ ലെങ്ത് ചെയ്യണം. അപ്പോൾ ഏരിയ എത്ര? 3.25. ലെങ്ത് എത്രയാണ്? 2.5. കണ്ടോ, 2.5. ഓക്കെയാണ്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷൻ രൂപത്തിലും ചെയ്യാം,
അല്ലാതെ കണക്ക് രൂപത്തിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഫ്രാക്ഷൻ രൂപത്തിൽ ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. എന്നിട്ട് ഡെസിമലി കാണിച്ചു തരാം. ഓക്കെ, ഫ്രാക്ഷൻ രൂപത്തിലാണ് ഇതിനെ ചെയ്യുന്നതെങ്കിൽ ഇതെത്രയാണ്? 3/4 സംശയമില്ലല്ലോ. 3.25 0.25 എത്ര? 4 1/4 ഡിവൈഡഡ് ബൈ 2.5 എന്ന് പറഞ്ഞാൽ എത്ര? 2.5. അതാ ഇങ്ങനെ വരും 2.5. ഓക്കെ ആണേ. ഓക്കെ, അപ്പോൾ ഇതിനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13/4 ഡിവൈഡഡ് ബൈ എത്ര? 5/2. സംശയമില്ലല്ലോ? ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇനി ഇതാ ഇങ്ങോട്ടേക്ക് ചെയ്യുകയാണ്. 13/4 മാറ്റമില്ല, ഇൻറ്റു 2/5 എന്ന് വരും, ഇൻറ്റു 2/5. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെയ്യാമല്ലോ. നോക്കി, ഈ 2ഉം ഈ 4ഉം തമ്മിൽ വെട്ടിയ 2. അപ്പോൾ ഉത്തരം എന്ത് വരും? 13/10 എന്ന് പറഞ്ഞ ആൻസർ വരും. 13/10 എത്ര? 1.3 ആണ് ഈ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ വീതി. അപ്പോൾ ഈ ചതുരത്തിൻ്റെ വീതി എത്രയാണെന്ന് ചോദിച്ചാൽ 1.3. ഇതാ ഈ ബ്രെഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 1.3 ആണ് ഇതിൻ്റെ വീതി. കണ്ടോ, ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തു. ഇനി അഥവാ ഈ രീതിയിലല്ല, നിങ്ങൾക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ തന്നെ വേണമെങ്കിൽ, അല്ല ഡെസിമൽ ദശാംശ രൂപത്തിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ നമുക്കൊന്നുകൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാമല്ലോ, എല്ലാ രീതിയിലും പഠിക്കണം, നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണം. നോക്കുക, 3.25ഉം 2.5. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 100 കൊണ്ട് ഗുണിക്കാം. മുകളിൽ 100 കൊണ്ട് ഗുണിച്ചാൽ താഴെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. കേട്ടെ, 100 കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് മാറും. അപ്പോൾ എന്താ ഇവിടെ 325 എന്നാവും. കണ്ടോ, അതാണ്ട് ഈ പോയിന്റ് മാറി ഇവിടേക്ക് വരാനാണ് ഞാൻ 100 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ 325 പോയിന്റ് എന്ന് വന്നു. അപ്പോൾ 325 ഈ താഴെ എത്ര വരും? 25 മാത്രമല്ല, ഒരു 0 കൂടെ വരും, 250. ഇനി 325ഉം 250 എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് 5 കൊണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നിങ്ങൾക്കറിയാം, 6 5 30 65. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50. സംശയമില്ലല്ലോ. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, 5 1 5 15 ആകുമ്പോൾ 13 ഡിവൈഡ് ബൈ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 10. അപ്പോൾ 13 ഉണ്ട് 10 ഉണ്ട്, 13 ഡിവൈഡഡ് 10 എന്ന് വരും. അപ്പോൾ ആൻസർ എവിടെയൊക്കെ വരും? 13/10 എന്ന് വരും. ഉത്തരം 1.3. കേട്ടോ, ആൻസർ എത്ര? 1.3. കേട്ടോ, അപ്പോൾ എന്തായാലും വീതി എത്ര കിട്ടുന്നത്? 1.3 ആണ് ആൻസർ. ഇങ്ങനെ വെട്ടി ചെയ്യുന്ന രീതിയൊക്കെ പട്ടിക ചൊല്ലി അങ്ങ് വെട്ടിയാൽ മതി. ഞാൻ ഈ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാൽക്കുലേഷനും കൂടെ പഠിക്കാം. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഈ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. കണ്ടുപിടിക്കേണ്ടത് എത്ര കുപ്പികൾ വേണ്ടി വരുമെന്നാണ്. എന്നിട്ട് ആൻസർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അതിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.